കൂടാതെ ഒരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയില്ല എന്നതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിസ്കാരാണെങ്കിലും നിസ്കാരത്തിലെ തഹിയ്യാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലി നിസ്കാരം സ്വഹീഹല്ല. മയ്യത്ത് നിസ്കാരത്തിലാണെങ്കിലും ശരി, രണ്ടാമത്തെ തഹ്മീദിന് ശേഷം 7 ഫർളുകൾപ്പെട്ട ഒരു ഫർളാണ്. അതുപോലെ ഹജ്ജിന്റെ കാര്യം എടുത്തു നോക്കിയാലും ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഒരുപാട് അതിനോട് അടങ്ങിയിട്ടുള്ളത്. ഇനി ദുആ ചെയ്യുകയാണെങ്കിലും തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇങ്ങനെ ഏത് കാര്യവും ഒരു മനുഷ്യർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് സ്വലാത്ത്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കേണ്ട കാര്യമാണ്. നാം മജ്‌ലിസുകളൊക്കെ ഉണ്ടാക്കുന്നത് അത് ആഴ്ചയിലോ മാസത്തിലോ എന്താണ് മാസത്തിൽ എത്ര ആളുണ്ടാന്ന് ചോദിച്ചെങ്കിൽ ഭയങ്കര ബേജാറില്ല. കാര്യം ചോദിക്കാണ്ട് അല്ലേ, പറഞ്ഞിട്ട് അവന് ഉസ്താദിനോട് നീ ചാടിയാക്കാൻ പോയി പറഞ്ഞത് ആരും പറയണ്ട, എനിക്കറിയും ഇവിടെ എത്ര ആളുകളെന്ന് എനിക്കറിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരണം. അത് കൊല്ലത്തിലേക്ക് വരേണ്ട കാര്യമല്ല. എല്ലാ മാസത്തിലെടുത്തിട്ട് നമ്മളെ കൊടാഞ്ഞെരുവിനെ അത്ര കർശനാക്കി ആഴ്ചയിലായതുകൊണ്ട് എന്നാലും അൽഹംദുലില്ലാഹ് കുറച്ച് ആളുണ്ട്, നമുക്ക് സമാധാനമുണ്ട്. എന്നാലും ഇവിടെ മാസത്തിലുണ്ടായിട്ട് ബെരലിലെണ്ണുന്നത്ര ആളെന്ന എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആരോട് ചോദിച്ചെന്ന് ചോദിക്കണ്ട, ആരോടൊന്നും ചോദിച്ചിട്ടുണ്ടാവും. ഖത്തീബാബ് അറിയണമല്ലോ. നെറ്റ്വർക്ക് നമ്മളെ കയ്യിൽ നമ്മൾ റേഞ്ച് വിടാൻ പാടില്ല. ഖത്തീബ് റേഞ്ച് വിട്ടാൽ പിന്നെ എല്ലാം പൊട്ടും. അതുകൊണ്ട് ആരൊക്കെയാണ് കാരണമില്ലാത്ത സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരാതിരിക്കുന്നത് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും. ഇവിടെ സ്വലാത്ത് നടക്കുമ്പോൾ തന്നെ അവിടെ തൊഴിലിന്റെ തോട്ടൽ നോക്കിയ ആൾക്കാരുണ്ടാവും. ആര്? മുഅ്മിനീങ്ങളായ ആളുകൾ. നമുക്ക് വേണ്ടേ സ്വർഗം? നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ നേതാവ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പീടി വന്നാക്കി പോകൂലേ? രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ ഒരു സിനിമാ നടന്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും താരം അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മാണിന് വേണ്ട, കൊടാഞ്ചേരി വേണ്ട, മംഗലാപുരത്ത് കവക്കത്ത് കള്ളൻ എന്തെങ്കിലും പുത്തൂരിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകൂലേ? എന്തേ കാരണം? കണ്ടില്ലെങ്കിൽ പോയില്ലെങ്കിൽ നാളെ അയാൾക്ക് അറിഞ്ഞെങ്കിൽ ബേജാറാവും എന്നൊരു പോയിന്റ് അതിലുണ്ട്. പരിചയമുള്ള ആൾ നിർബന്ധമായിട്ട് പോകും. അപ്പൊ നമ്മളെ റസൂലുള്ളാഹി ഞങ്ങൾക്ക് പരിചയമില്ലേ? ചിന്തിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തികളെ മുഴുവനും പരിചയമുണ്ട്. എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുണ്ട്. നബി തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു അടിമ ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയില്ല. എല്ലാ തിങ്കളാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാത്രിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തികളുടെ ഇബാദത്തുകൾ കൊണ്ടുപോയി ഡിസ്പ്ലേയിൽ കാണിച്ചു കൊടുക്കും. ഓരോരുത്തരുടെ പേര്, അഡ്രസ് സഹിതം, ആരെ മകൻ, ഇന്നാളെ മകൻ, ഇന്നവന്റെ മകൻ എണ്ണീറ്റ് പറഞ്ഞു കൊടുക്കും. ഇവന്റെ ഇബാദത്ത് ഇങ്ങനെയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞത് മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞത് മുതൽ ഈ വെള്ളിയാഴ്ച രാത്രി വരെ ഒരിത്തര നിസ്കാരങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇത്തര കുറ്റം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തെറ്റുകൾക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കും. ഇത് വിശ്വസിക്കുന്നവരല്ലേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാർ? ഇത് വിശ്വാസമില്ലെങ്കിൽ നമ്മൾ മുമ്പിലാവോ? ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഉമ്മത്തീങ്ങളുടെ നബി തങ്ങളുടെ അനുയായികളുടെ സൽക്കർമ്മങ്ങൾ കാണുമ്പോ സന്തോഷത്തോടെ അല്ലാഹുവിനെ സ്തുതിക്കും, സന്തോഷത്തോടെ സ്തുതിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തീങ്ങളുടെ കുറ്റങ്ങൾ കാണുമ്പോൾ നബി തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, നമ്മൾ സാധാരണ പറയുന്നില്ലേ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറയാറില്ലേ? സാധാരണ പറയുന്നില്ലേ, മക്കളെ ഒരു 4 മക്കളുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മോനാണ് ഈ മോൻ ഇങ്ങനെ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ഈ മകൻ എന്നെ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ സാധാരണ പറയുന്ന വിഷയല്ലേ? നിന്റെ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, നിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നീ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മളിൽ നബി തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുള്ള നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നബി തങ്ങളുടെ ശരീഅത്തിനെതിരായിട്ട് ദീനിന് വിരുദ്ധമായിട്ട് നടക്കുമ്പോ അത് കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരൊലിപ്പിക്കുമെന്നാണ്. നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് ബേജാറോടുകൂടെ നബി തങ്ങൾ കരയുമെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. മദീനത്തെ റസൂലുള്ളാഹി ഇന്നും റസൂലുള്ളാഹി തങ്ങൾ ജീവനോടെ കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മറഞ്ഞിട്ട് അവിടെ പുറപ്പെട്ട് കിടക്കുന്നെങ്കിലും നബി തങ്ങൾ ഹയാത്തോടുകൂടെ ഉള്ളതുപോലെയുള്ള അതേപോലെ നമ്മളെ കാര്യങ്ങൾ അറിയുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇവിടുത്തെ ബിദ്അത്തുകാരും അഹ്ലുസ് സുന്നത്തിന്റെ അഹലുകാരുമായിട്ടുള്ള വ്യത്യാസം അതാണ്.
അവർക്ക് സാധാരണയാണ്. അവർക്ക് സാധാരണ നബിതങ്ങൾ വഫാത്തായാൽ മറ്റുള്ള ആളുകൾ മരിച്ചതുപോലെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ പുത്തനാശയക്കാർ. നമ്മൾ അവിശ്വാസക്കാരല്ല. റൗദ ഷരീഫിന്റെ അടുക്കൽ പോയി നോക്ക്. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ കർണാടകന്റെ കുറച്ച് ഈ സമസ്തന്റെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ സുന്നത്തിമാരുടെ ആൾക്കാർ മാത്രം ഉണ്ടാക്കി കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ഷരീഫിന്റെ അടുക്കൽ ലൈവായിട്ട് പോയി പൊട്ടിക്കരയുന്ന എത്രയോ ആശിഖീങ്ങൾ. ഏത് നാട്ടുകാർ? ഇന്ത്യക്കാർ മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വന്നവർ, ലണ്ടനിൽ നിന്ന് വന്നവർ, അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്ന് വന്നവർ, ഇറാഖിൽ നിന്ന് വന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ശരീഫ് കാണുമ്പോൾ ആകെ ശരീരമാകെ വിറച്ചുകൊണ്ട് ആ നബി തങ്ങളുടെ റൗദ ശരീഫിന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന എത്രയോ ഭക്തജനങ്ങളെ, എത്രയോ ആശിഖീങ്ങളെ ലൈവായി പോയിട്ട് നോക്കുന്ന. രാവിലെ ഉംറക്ക് പോയാൽ, മദീനയിലേക്ക് പോയാൽ ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് നോക്ക്. എത്രയോ മുത്തഖീങ്ങളായ ആളുകൾ ആ റൗദ ശരീഫിന്റെ അടുക്കൽ വന്നുകൊണ്ട് അവിടെ സലാം പറയുമ്പോ അവിടുന്ന് ചില ആളുകൾ അവിടുന്ന് ആ കാണിക്കൂടുമ്പോ അവിടുന്ന് പോലീസാർ, ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു അവിടെ പോലീസുകാർ അങ്ങനെ ചെയ്യരുത് സൈറാണ്. ഇല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ പോയിട്ട് റൗദ ശരീഫിനെ വിടുവോ? അവിടെ റൗദ ശരീഫിന് ഒരുപിടി മണ്ണുണ്ടാവോ? ഒന്നും ഉണ്ടാവൂല. കർശനമാണ്. അവിടെ പോയി ഇല്ലെങ്കിൽ തന്നെ എന്റെ നേരെ മുമ്പിലുള്ള ഒരു മനുഷ്യൻ അവിടെ തൊട്ട് ചുംബിച്ചപ്പോ പോലീസുകാർ ബാക്കിൽ നിന്ന് 2 അടി വെച്ചു കൊടുത്തു. അവർ ചെയ്യുന്നത് അത് കുറ്റമാണോ? അത് വേറെ കാര്യം. പക്ഷെ അവിടെ അങ്ങനെ ചെയ്യലേ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ആ നിമിത്തങ്ങളോടുള്ള ആശയങ്ങൾ ഇഷ്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോ ഇഷ്കുള്ള മനുഷ്യർക്ക് നിമിത്തങ്ങളെ മജ്‌ലിസ് വരുമ്പോ ഇതിനെ തിരിക്കാൻ കഴിയൂല. കാരണമുണ്ട്. എന്നാൽ അതിന് കാര്യം ഉദറുണ്ട്. ഉദർ എല്ലാത്തിനും ഉദറിലേക്ക് അഫുണ്ടല്ലോ. ഉദറില്ല, ഉദറുള്ളവന്റെ വിഷയം എന്ന് പറയുന്നത് രോഗിയാണ്, ഉദറുണ്ട്. പണിക്ക് പോയിട്ട് എത്തിയിട്ടില്ല, ഉദറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയതാണ്, ഉദറുണ്ട്. അതെല്ലാം ഉദറിൽപ്പെടും. വെറുതെ ഇരുന്നിട്ട് ഇപ്പൊ മജ്‌ലിസിന്റെ വാർഷികത്തിന് വരുമ്പോ തന്നെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ചില ആൾക്കാരുണ്ടാവും ടൈം നോക്കിയിട്ട് ലാസ്റ്റ് തീരാനാവോ വരുന്ന ആൾക്കാരുണ്ടാവും. പുറത്തിങ്ങനെ ഇരിക്കും, ഇതിനെ തീരാനാവോ നോക്കും. ഇതെല്ലാം നമ്മുടെ പതിവാണ്. പടിയന്മാരാണ്. ഇഷ്കറിയാത്തത് കൊണ്ടാണ്, ഇതിന്റെ മഹബത്ത് അറിയാത്തത് കൊണ്ടാണ്. നബി തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബി തങ്ങൾ ഇത് എത്ര നമ്മൾ ഇത് പോസ്റ്ററിൽ നമ്മൾ ബാനറിൽ എഴുതി വെക്കാനുള്ളതാണ്. മീലാദ് വരുമ്പോ ഉസ്താദിനോട് വന്നിട്ട് ഇത് ചോദിക്കും, നല്ലൊരു ഹദീസ് വേണം. അങ്ങനെ ഹദീസ് ഇങ്ങനെ എഴുതിയിട്ട് നാട്ടുകാർക്ക് ഏതോ ഇവിടത്തെ ഫാസിസ്റ്റുകൾക്ക് വായിക്കാനുള്ളതാണോ? നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടതാണിത്. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടതാണ്. നമ്മൾ ഇതിനെ ഓരോ ദിവസം മൊബൈൽ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വായിക്കണം. ഒരു ഹദീസോതി കൂലിയിട്ടൂലേ? മലയാളത്തിൽ വായിച്ചാലും ഹദീസോതി കൂലിയിട്ടും. അപ്പൊ അതുകൊണ്ട് വായിക്കണം. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്? സ്വന്തം ശരീരത്തിനേക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ നബി തങ്ങളോട് മഹബത്ത് വെക്കാൻ മൂമിനാവൂല. മൂമിനല്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയോ? നബി തങ്ങളുടെ മുഖം നോക്കാൻ കഴിയോ നമുക്ക്? അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറയുന്നു, ബാല്യക്കാരോട് പറയുന്നു, നമ്മളെ മക്കളെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വിടണം. ഇവിടെ തിങ്കളാഴ്ച രാത്രി ആണെങ്കിൽ അന്നും മദ്രസ ഇല്ല, അന്ന് രാവിലെയാണ് മദ്രസ. എത്ര മക്കള് ഫ്രീ ഉണ്ട് പറയല്? ഇപ്പൊ വെള്ളിയാഴ്ച രാത്രി നമ്മളെ പള്ളിയിൽ സലാത്തുണ്ട്. ഉമ്മമാരൊക്കെ കേൾക്കണം. എത്ര പിള്ളേരാണ് മദ്രസയിലേക്ക് സലാത്തിലേക്ക് വരുന്നത്? സലാത്തിന് വരുന്നൊരു 10-15 പിള്ളേർ തമ്മീതാവാത്ത കുട്ടികൾ. 3-ാം ക്ലാസ് 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സിലേക്കാൾ 5ന്റെ മേറ്റുള്ള ഒരു പിള്ളേരും സലാത്തിന്റെ മജ്‌ലിസിലില്ല. ബുദ്ധി വരുമ്പോ വളഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇതിനുള്ള ഉത്തരവാദി ആരാണ്? ഉമ്മമാരാണ്. ഉമ്മമാരും ഉപ്പമാരും ഇതൊക്കെ ശ്രദ്ധിക്കണം. സലാത്തിന്റെ മജ്‌ലിസിലേക്ക് പറഞ്ഞു വിടണം. ഞാൻ കഴിഞ്ഞ സലാത്തിന് ഞാൻ പറഞ്ഞു പുള്ളക്ക് ബൈക്ക് കൊടുക്കാൻ പാടില്ല. അറിഞ്ഞു നോക്കുമ്പോ ഇന്ന് കണ്ട ഒരാള് എന്നോട്, ഇത് ഞാൻ പറയുകയല്ല, ഈ നാട്ടുകാരന് പറഞ്ഞതല്ല, എന്നോട് ഈ നാട്ടിൽ നിന്നുള്ള പുറത്തുള്ള ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. ഉസ്താദേ, ഇന്ന് രാവിലെ കണ്ട ദൃശ്യമാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ ഒരു സംശയം കൂടി പറഞ്ഞിട്ടുണ്ട്. 2 പെൺകുട്ടികളെന്ന് ഉറപ്പാണ്. ബൈക്ക് ഓടിക്കുന്നത് പെൺകുട്ടിയെ പോലെ തന്നെയാണ് കണ്ടത്. ഏതായാലും ഉമ്മയാണോന്ന് അറിയില്ല. ഏതായാലും 3 ആൾ അടിച്ചു പോകുന്നത് കണ്ടു മദ്രസ വീട്ടിൽ പോകുമ്പോ. ആരാ ഉത്തരവാദി? പെണ്ണുങ്ങൾ ബൈക്ക് ഓട്ടാൻ പാടുണ്ടോ, കാറോട്ടാ? അതൊന്നും മസാല ഞാൻ പറയുന്നില്ല. ഉസ്താദ്മാർക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ചോദിച്ചോളി. അത് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം, അത് വേറെ കാര്യം.
പക്ഷെ മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഞാൻ വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങളോട് ഞാൻ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മക്കളെ നിങ്ങൾ ബൈക്ക് കൊടുത്തിട്ട് 18 വയസ്സാവാത്ത കുട്ടിയെ, ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമമാണ്, അതേപോലെ തന്നെ 10, 12, 13, 14 വയസ്സായ കുട്ടികളെ ബൈക്ക് കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു വിട്ട് പീടിയക്ക് പഞ്ചാര വാങ്ങിട്ട് വാ, അല്ലെങ്കിൽ മുളക് വാങ്ങിട്ട് വാ, മീൻ വാങ്ങിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിട്ട് അപകടത്തിൽപ്പെട്ടു. ആരാണ് ഉത്തരവാദി? അല്ലാഹുവിന്റെ അടുക്കൽ ഈ ഉപ്പയാണ് ഉത്തരവാദി. അതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ വേണോ? മക്കൾ നിങ്ങൾക്ക് വേണോ? ജീവിതത്തിൽ പ്രതീക്ഷയല്ലേ മക്കൾ? ഒരു മക്കൾ ഇന്നും എനിക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട, എന്റെ ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഒറ്റൊരു മകനെ ഉണ്ടായിട്ടുള്ള ഒരു ഉസ്താദാണ്. പള്ളിയിൽ സദറായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. വർഷം 4 or 5 കഴിഞ്ഞു. ഇന്നും ആ ഉമ്മ അബോധാവസ്ഥയിൽ, ഉമ്മ മാനസികമായി തകർന്നിരിക്കുന്നു, മൈൻഡ് ശരിയില്ല, അങ്ങനെ മരുന്നിലായി കഴിയുന്നു. ഈ മകൻ മരിച്ചപ്പോൾ അതിന്റെ ബേജാറ് കൊണ്ട് ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്കറിയുന്നവരില്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇതിൽ നമ്മൾ പാഠം പഠിക്കണം. മക്കളെ ഈ രീതിയിലേക്ക് പറഞ്ഞു വിടരുത്. മക്കൾക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് നല്ല അദബും ഗുരുത്വം പഠിപ്പിച്ചു കൊടുക്കണം. വെറും മദ്രസയിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ടായില്ല, സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് പറഞ്ഞു വിടണം മക്കളെ. വെള്ളിയാഴ്ച രാത്രി വരുമ്പോ നിങ്ങൾ ചിന്തിക്കണം, ഉപ്പാരെ വിളിച്ച് ചോദിക്കണം, നിങ്ങൾ എങ്ങനെ വാങ്ങിക്കാത്ത കച്ചവടത്തിലുണ്ടാവും, പുത്തൂർ ഷോപ്പിലുണ്ടാവും, അല്ലെങ്കിൽ ലെയിൻ സൈഡിൽ പോയിട്ടുണ്ടാവും. മക്കൾ ഉമ്മാനോട് ഭാര്യയോട് വിളിച്ചിട്ട് കേൾക്കണം, മോന് സ്വലാത്തിന് പോയിനാ, ഇന്നുവരെ നമ്മൾ ചോദിച്ചില്ല. നമുക്ക് അതിന്റെ ബോധം തന്നെ ഇല്ല, നമുക്ക് ആ ചിന്ത തന്നെ ഇല്ല. പള്ളിയിൽ ഇരുന്നിട്ട് നല്ലോണം ദ്വാരക്കുമ്പോൾ സ്വലാത്തിന്റെ മദ്രസയിൽ വന്നൊരു ഉസ്താദിനോട് ദ്വാരക്കുമ്പോൾ മകന് സ്വാലിയാകാൻ വേണ്ടി ദ്വാരക്കണം. 500 രൂപ വിചാരിച്ച 500 രൂപന്റെ നോട്ടില് മകന് സ്വാലിയായിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കഴിയും. ഈ 500 അതൊക്കെ പരിഹസിക്കുകയല്ല, പക്ഷേ പ്രവർത്തനം ചെയ്യണം. നമ്മൾ പ്രവർത്തിക്കണം മക്കൾ നന്നാകാൻ വേണ്ടി. സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരണം. ബാല്യക്കാരെ വീടിന്റെ തൊട്ടിയിൽ ഇരുന്ന് പോകരുത്. അതപ് കേടാണ്. ഈ നിമിത്തങ്ങൾക്ക്, ആ നിമിത്തങ്ങളുടെ ആ ഒരു ബേജാറിന് കാരണക്കാർ നമ്മളായി പോകും. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. എന്ത് പ്രശ്നമുണ്ടോ അതിന് പരിഹാരമാണ് സ്വലാത്ത്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ, മുൻഗാമി പണ്ഡിതന്മാർ ഓരോ പള്ളിയിലും സ്വലാത്തിന്റെ മജ്‌ലിസ് തുടങ്ങിയത്. മക്കത്തുണ്ടോ മദീനത്തുണ്ടോ നമുക്ക് കേൾക്കണ്ട. ഇത് നമ്മുടെ സൂഫ്യശാലികളായ പണ്ഡിതന്മാർ നാട്ടിലേക്ക് വരുന്ന ബലാഹുകള്, മുസീബത്തുകള്, പ്രതിസന്ധികള്, രോഗങ്ങള്, ഇതിൽ നിന്നെല്ലാം നമുക്ക് സലാമത്താകാൻ വേണ്ടി മഹാന്മാര് ഉണ്ടാക്കി വെച്ചതാണ് ഈ മജ്‌ലിസുകൾ. അത് ആഴ്ചയിലും സൗകര്യത്തിന് എപ്പോ ആവാം. നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലേ? 3 മാസത്തിലേക്ക് ആയിക്കോ, അങ്ങനെ ചെറുക്കണം എന്ന് പറയാം. എന്നാലും വരണം, സൗകര്യം നോക്കിയിട്ടാക്കിയാൽ മതി. ആഴ്ചയിലും പണം നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ആഴ്ചയിൽ ഇത് ഉസ്താദന്മാരുടെ ഡ്യൂട്ടിയാക്കിയിട്ട് ഓരോ പടം ചെല്ലട്ട് എന്ന് പറഞ്ഞാൽ 4-10 വയസ്സന്മാർ ഇതാക്കുമ്പോൾ ഇത് നാട്ടുകാരൊക്കെ നമ്മൾ നമ്മൾ ഉത്തരവാദികളാകും. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കണം. എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയാനില്ലേ? സ്വാലിഹീങ്ങളായ ആളുകൾ, മുൻകാല ആളുകൾ. നിങ്ങൾ കേൾക്കണോ? കൂഫയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഫുൾ ടൈം സ്വലാത്ത് തന്നെ അയാളുടെ പരിപാടി. ആരെങ്കിലും ഒന്ന് ബേജാറ് പറഞ്ഞാൽ അയാൾ സ്വലാത്ത് എല്ലാം പറയും. മക്കളില്ല എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എല്ലാം പറയും. കച്ചവടം ശരിയില്ല എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എല്ലാം പറയും. രോഗം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എല്ലാം പറയും. എല്ലാത്തിനും അയാളോട് ആരെങ്കിലും ബേജാറ് പറഞ്ഞാൽ ആ മനുഷ്യർക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് സ്വലാത്ത് മാത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ ജൂതനാണ്, മുസ്ലിം അല്ല. അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. നിമിത്തങ്ങള്, കാരണം ഏറ്റവും കൂടുതൽ നിമിത്തങ്ങളെ ചതിക്കാൻ വേണ്ടി പണിയെടുത്തവരാരാണ്? ജൂതന്മാരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റസൂൽ, നിങ്ങൾ വിചാരിക്കുക അബൂജഹൽ ഉത്ബത്ത് ആവുന്നല്ല, അതിനേക്കാളും വലിയ ചതിയന്മാരാണ് ജൂതന്മാർ. ഉത്ബത്തും ഷൈബത്തും അബൂജഹലിനെ നേരിട്ടിട്ട് വന്നതല്ലേ? നേരിട്ടിട്ട് വന്നവർ എപ്പോഴും എന്താക്കാൻ നേരിടാൻ കഴിയും. നേരിട്ടിട്ട് വരുന്ന ഫൈറ്റ് ആക്കുന്നവരെ നേരിടാൻ കഴിയും. ഉള്ളിൽ ചലിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. ഈ ഉള്ളിൽ ചലിക്കുന്ന ബാക്കിൽ ബത്തി വെക്കുന്ന ഞങ്ങൾ പറയുന്നില്ലേ, ബാക്കിൽ നിന്ന് ബത്തി വെക്കുന്നത്, ഈ ബാക്കിൽ നിന്ന് ബത്തി വെക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി ചരിത്രത്തിൽ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾക്കും ഇവിടെ പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ബത്തി വെച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നിമിത്തങ്ങളെ ചലിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങൾ ചെയ്ത ആളുകൾ. അപ്പൊ നിമിത്തങ്ങളെ ഈ മതക് പറയുന്നത് സ്വലാത്ത് എന്ന് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ഒരു ദിവസം ഈ മനുഷ്യന്റെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യത്തിൽ ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല വിലമതിക്കാനാവാത്ത രത്നമുണ്ടായിരുന്നു. ഒരു വിലമതിക്കുന്ന മുത്തരത്നം, രത്നം എന്നൊക്കെ പറഞ്ഞ രത്നക്കല്ല് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭയങ്കര വിലയുള്ള സാധനമാണ്. അങ്ങനെ അയാൾ പറഞ്ഞു, ഞാൻ 10 ദിവസത്തേക്ക് നാട് വിട്ടു പോകുന്നു. അതുകൊണ്ട് ഈനെ നിന്ന് അമാനത്തായിട്ട് നിങ്ങളെ പുരയിൽ സൂക്ഷിക്കണം. ഞാൻ വന്നിട്ട് തിരിച്ചു തരണോ?
അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട് വിടുന്നു, നാളെ രാവിലെ ഞാൻ നാട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോവുകയാണ്. ബഗ്ദാദിൽ നിന്ന് വന്നിട്ട് എന്റെ പൊരയിൽ ഇതിനെ വെക്കാൻ വെക്കുന്നതിന് അത്ര ഒരു ഭദ്രതയില്ല എന്റെ പൊരയിൽ, നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണമാണ്. അങ്ങനെ വാങ്ങി അയാൾ 3 ദിവസക്കാലം നാട് വിട്ടില്ല. അങ്ങനെ ഈ അയാൾ ഇങ്ങനെ ആ ബാക്കിലൂടെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കൊണ്ട് പരിശോധിച്ചു. ഈ മനുഷ്യൻ പൊരയിൽ നിന്ന് തെറ്റിയാൽ നല്ല പോയിട്ട് ഇതിനെ മോഷ്ടിക്കണം. ഈ കൊടുത്ത ആളെന്നെ മോഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 3-ാമത്തെ ദിവസം ഈ സ്വാലിഹായ മനുഷ്യൻ അദ്ദേഹം ഭാര്യയും പോലെ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോ ഒളിഞ്ഞിരുന്ന് കൊണ്ട് ഇതിനെ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി നേരെ കടലിലേക്ക് എറിഞ്ഞു. എന്താണ്? അയാളെ സ്വത്ത് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് കൊണ്ടുള്ള പരിഹാരം, സ്വലാത്ത് ചൊല്ലിയിട്ട് പരിഹരിക്കപ്പെടുമെന്ന ആ ഒരു വിശ്വാസത്തിന് ഇല്ലാതെയാക്കാൻ വേണ്ടി ഇവിടുത്തെ പുതിയ പ്രസ്ഥാനക്കാരുണ്ടാക്കുന്നത് പോലെ അവരത് ചോദിക്കുന്നവരല്ല. നീ പെട്ടെന്നുള്ള സ്വലാത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തായി, നീ മൊഴി തേച്ചിട്ട് എന്തായി, നിന്റെ രോഗം മാറിയ എന്നല്ല ചോദിക്കുന്ന ആൾക്കാരില്ലേ നമ്മുടെ കൂട്ടത്തില്? എത്ര ആൾക്കാരുണ്ട്? നീ മൊഴി തേച്ചിട്ട് നിന്റെ കാര്യം ശരിയായ മൂവിലെ മക്കത്തേക്ക് ഒരു അഞ്ചിന് പോയിട്ട് വന്ന ഓന്റെ പ്രശ്നമില്ലേ? മക്കത്ത് കൈവാസിട്ട് വന്നിട്ട് വലിയ രോഗമില്ലേ? അള്ളാഹിനോട് ദ്വാരന്നിട്ട് ചോദിക്കണ്ടേ? നിങ്ങൾ ദർഗയിൽ പോയിട്ട് ദ്വാരന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടിയാന്ന് കേൾക്കുമ്പോ, നീ പള്ളിയിൽ ഇരുന്നിട്ട് ദ്വാരന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടിയാന്ന് കേൾക്കണം. അപ്പൊ അള്ളാഹ് ഇല്ലാന്നർത്ഥം. ഒരു ഡയറക്റ്റ് അള്ളാഹിനോട് കേട്ടിട്ട് ഒരു ഉത്തരം കിട്ടിയില്ല, അപ്പൊ അള്ളാഹ് ഇല്ലാന്ന് എന്നാണ് അർത്ഥം. നമുക്ക് ബുദ്ധിയില്ലാതെ നാളെ കേട്ടിട്ടുണ്ടേ ഓന് 80-ന് 40 കൊല്ലൊക്കെ 40 പിന്നെ മോന് ആകെയുള്ള 40%. ഈ 40 കിട്ടി നമുക്ക് 20% ആയി. അവസാനം മോന് ബാക്കിലായി. ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് കുറച്ച് അധികം പക്വതയ്ക്ക് വേണം. അങ്ങനെ ആ മനുഷ്യന്തായി നബിത്തങ്ങളുടെ സ്വലാത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, ഈ പണിയെടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഇദ്ദേഹം കൊണ്ടുപോയിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കാരണം വന്നിട്ട് പറയാലോ, നീ സ്വലാത്ത് കൊണ്ട് നീക്ക് ജനങ്ങളെല്ലാം പരിഹാരം നിനക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു, നിന്റെ പലയിൽ കട്ടിച്ച് പോകുമ്പോ സ്വലാത്ത് നിന്നെ കാവലാക്കിയ എന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം എന്തായി പോയി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. തിരിച്ചു വന്നിട്ട് ഈ നല്ല മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി വെച്ച് ഞാൻ തന്ന ആ രത്നക്കല്ല് വേണം. അയാൾക്ക് ഭാര്യക്ക് പോലും അറിയില്ല. അങ്ങനെ ഇയാൾ വന്നിട്ട് ചോദിക്കുമ്പോ അയാൾ വെച്ച സ്ഥലത്ത് നോക്കുമ്പോ ഈ രത്നക്കല്ലില്ല, ഈ വെച്ച വസ്തു കാണുന്നില്ല. അങ്ങനെ അയാൾക്കാകെ വെപ്രാളമായി. അങ്ങനെ അയാൾ എന്ത് ചെയ്തിരുന്നു? ഇന്ന ദിവസം ഈ ജൂതനായ മനുഷ്യൻ വരുന്നു എന്ന് അയാൾ കഴിയുന്നു. കാരണം നല്ല മനുഷ്യരുടെ അടയാളമാണ് ആര് വരുന്നത് സൽക്കരിക്കണമല്ലോ. അങ്ങനെ അദ്ദേഹം സൽക്കരിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിട്ട് നല്ലൊരു വലിയ മത്സ്യം കൊണ്ടുവന്നു. ഈ മത്സ്യം കൊണ്ടുവന്നിട്ട് ഇത് മുറിക്കാൻ വേണ്ടി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് ഇത് മുറിക്കുന്ന സമയത്താണ് ഈ ജൂതൻ വന്നിട്ട് ചോദിക്കുന്നത്, എന്റെ എടുത്തു വെക്കാൻ വേണ്ടി തന്ന വസ്തു തിരിച്ചിതാ. അദ്ദേഹം പരിധി നോക്കുമ്പോ കാണുന്നില്ല. ആകെ വെപ്രാളമായി. അങ്ങനെ അദ്ദേഹം ബേജാറിലായി. ആ സമയത്താണ് ഉള്ളിൽ നിന്ന് ഭാര്യ വിളിക്കുന്നു, ഭർത്താവിനെ വിളിക്കുന്നു, ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരി. അങ്ങനെ പോയി നോക്കുമ്പോൾ ഈ മത്സ്യത്തിന് ഇങ്ങനെ അതിന്റെ വയറിങ്ങനെ കീറി നോക്കുമ്പോ അതിലൂടെ ഈ വസ്തു അതങ്ങനെ തന്നെ കിടക്കുന്നു. ഇയാള് ബോധം കെട്ടുപോണു ഇയാൾ. അങ്ങനെ പുറത്തിൽ നിന്ന് ശബ്ദം കേട്ടിട്ട് ജൂതനായ മനുഷ്യൻ ഓടി വന്ന് നോക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഭാര്യയ്ക്ക് എന്ത് കഥയെന്ന് മനസ്സിലാകുന്നില്ല. ഭാര്യയ്ക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ഇയാൾ കരയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ ഇതിന്റെ ആ മനുഷ്യൻ ബോധം തെളിഞ്ഞു. നോക്കുമ്പോ ജൂതൻ ഒരു ഭാഗത്ത് നിന്ന് കരയുന്നു, ഭാര്യയാണെങ്കിൽ കാര്യം അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. ചോദിച്ചു എന്താണ് സംഭവം. ആ സമയത്താണ് പറഞ്ഞത്, എന്റെ ഈ വെച്ച സ്ഥലത്ത് ഈ കല്ല് കാണുന്നില്ല, അതിനെ കൊണ്ടുപോയി ഇതിന്റെ മത്സ്യത്തിന്റെ വയറിൽ നിന്നാണ് കിട്ടിയത്. ജൂതനായ മനുഷ്യൻ പറഞ്ഞു. അവിടെ നിന്ന് ഉടനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രത്നക്കല്ല് നിങ്ങളുടെ വീട്ടിൽ ഞാൻ മോഷ്ടിച്ചിട്ട് അതിനെ കൊണ്ടുപോയി കടലിലേക്ക് എറിഞ്ഞു. എങ്ങനെയും കണ്ടുപിടിക്കാൻ കഴിയില്ല, എങ്ങനെയും കിട്ടാൻ കഴിയില്ല. കാരണം ജനങ്ങൾക്ക് വിശ്വാസം പോണം. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വെക്കുന്ന സമയത്ത് അവിടെ അമാനത്തായി ഞാൻ വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ വെച്ചത്. എന്താണ് സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആ മനുഷ്യത്തിന് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കൗലല്ലെങ്കിൽ സഹായമല്ലെങ്കിൽ അദ്ദേഹം അന്ന് മീൻ വാങ്ങാൻ പോണോ? അദ്ദേഹത്തിന് തന്നെ മീൻ കിട്ടണോ? ഇതൊക്കെയാണ് വിശ്വാസം. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ വായിക്കുമ്പോ നമുക്ക് വിശ്വാസം പോണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. വീട്ടിൽ നിന്ന് പോകുമ്പോ
നമ്മൾ CC ക്യാമറ കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്യുന്ന എല്ലാം വേണം. ഓക്കെ, അതൊക്കെ ദുനിയാവിന്റെ പ്രൂഫിൽ വേണം. ഡോർ അടിച്ചിട്ട് പോകുമ്പോ 10 സ്വലാത്ത് നബിതങ്ങളുടെ പേരിൽ ചൊല്ലിയിട്ട് നമ്മൾ അത് നബിതങ്ങൾക്ക് വേണ്ടി അദിയ ചെയ്തിട്ട് ആ നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് നിങ്ങൾ കാവലാക്കിട്ട് പോയാൽ വീട്ടിലേക്ക് കള്ളം വരൂല. വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാത്തവന് എന്താക്കിയിട്ട് ഗുണമില്ല. വിശ്വാസം ഇല്ലാത്തവന് ഏത് കാര്യമാക്കിയിട്ട് ഗുണമില്ല. വിശ്വാസം. അതുകൊണ്ട് പൊന്നാന മുഅ്മിനീങ്ങളെ സ്വലാത്ത് നന്നായി ചൊല്ലണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. റമദാൻ മാസങ്ങളാക്കി വരാൻ പോകുന്നത് ഉമ്മമാരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, സ്വലാത്തുകൾ നന്നായി ചൊല്ലണം, പരിശുദ്ധ ഖുർആൻ ഓതണം. അടുത്തത് ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച നമുക്ക് റമദാൻ ആകാനാണ് സാധ്യത, അല്ലേ? ഞായറാഴ്ച ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 90% ഞായറാഴ്ചയാണ്, അല്ലേ? 99% പഠിച്ചോളി. നമുക്ക് ഞായറാഴ്ച റമദാനാകും. ഏതായാലും മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ സന്ദർഭോചിതമായി പറയുന്നു, റമദാൻ മാസങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അല്ലാഹുവിലേക്ക് നന്നായി ഖേദിച്ച് മടങ്ങേണ്ട മാസങ്ങളാണ്. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതേണ്ട മാസമാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. റമദാനിൽ നമ്മൾ റെഡിയായിട്ട് നിൽക്കണം. റമദാനെ സ്വീകരിക്കാൻ വേണ്ടി അപ്പൊ തന്നെ പോയി റെഡിയാന്നല്ല. നമുക്ക് വിശേഷ ഗസ്റ്റ് വരുമ്പോ നമ്മൾ ഫുഡുകളൊക്കെ റെഡിയാക്കി വ്യവസ്ഥ മുന്നിലുണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നെങ്കിൽ ഉള്ള കോഴിക്കറി പത്തരി കൊടുത്തിട്ട് ശരിയാക്കാം, അല്ലെ? പെട്ടെന്ന് ഉസ്താദ് വന്ന് നിങ്ങളെ പേർക്ക് വന്ന് അപ്പൊ ഉള്ള ജ്യൂസ് മാത്രം ഉസ്താദ് പൊളിച്ചിട്ട് പറഞ്ഞ്, അജറെ ഞാൻ നാളെ മറ്റന്നാ തിങ്കളാഴ്ച ഉച്ചക്ക് നിങ്ങളുടെ ചോറിക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ വെറും കോഴിന്റെ കറിയിൽ ഒപ്പിക്കുവോ? പണ്ട് ചെന്നൊരു മുസീബത്ത് ഇയാൾ പണ്ട് ചൊണ്ടിയാൾക്ക് അധികം കുറച്ച് ഏതായാലും ബന്ധല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താവും, കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കൂലേ? ആ നല്ല കൾച്ചറുള്ള മനുഷ്യന്മാർ ചെയ്യും. അപ്പൊ അതുപോലെ റമദാൻ മാസം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴാ ഓർമ്മപ്പെടുത്താൻ തുടങ്ങിയത്? 60 ദിവസം പിന്നെ തന്നെ ദ്വാരക്കാൻ തുടങ്ങി. 60 ദിവസം മുമ്പ് തന്നെ ഓർമ്മപ്പെടുത്താൻ തുടങ്ങി. എത്തിയിട്ട് ഇനിയിപ്പോ എത്ര ദിവസം ഉള്ളൂ? 8 ദിവസമേ ഉള്ളൂ. 8 or 7 ദിവസങ്ങളേ ഉള്ളൂ. ആ റമദാൻ വരുമ്പോ അതിനുവേണ്ടി നമ്മൾ വെൽക്കം ചെയ്യാൻ തയ്യാറാകണം. അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കണം. റമദാനിന്റെ ആദ്യം ഇതൊക്കെ ഉമ്മമാർ കേൾക്കാൻ വേണ്ടി, സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയുന്നത്. ബാക്കി നിങ്ങളൊക്കെ വെള്ളിയാഴ്ച കേട്ടിട്ടുണ്ടാവും, കേൾക്കാനുണ്ടാകും. എന്നാൽ എന്റെ സഹോദരിമാരെ, റമദാനിന്റെ ആദ്യത്തിന്റെ സമയം അത് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ളതാണ്, ദുആക്ക് ഇജാബത്തുള്ളതാണ്. ഒരു മനുഷ്യന്റെ ആ തുടക്കം നോക്കിയിട്ടാണ് അതിന്റെ അവസാനം വരെ അവർക്ക് റിസൾട്ട് കിട്ടുക. റമദാൻ ഉദാഹരണത്തിന് ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മഗ്‌രിബോടുകൂടെ അത് റമദാനാകാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് 6 മണിക്ക് തന്നെ ഉമ്മമാർ റെഡിയാകണം. അപ്പോൾ ആണുങ്ങൾ റെഡിയാകണം 6 മണിക്ക് തന്നെ. നിങ്ങൾ വിചാരിക്കും 10 മണിക്കാണ് മാസം കണ്ടത് അറിഞ്ഞതെങ്കിലും നമുക്ക് അറിഞ്ഞത് 10 മണിക്കാണെങ്കിലും തുടക്കം എവിടെ തന്നെയാണ് മഗ്‌രിബോടുകൂടെയാണ്. അപ്പൊ ആദ്യത്തെ ജമാഅത്ത് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ റമദാനിൽ ബർക്കത്ത് കുറയും. റമദാനിന്റെ ആദ്യത്തെ ജമാഅത്താണ് മഗ്‌രിബ്. ആ മഗ്‌രിബ് നിസ്കാരത്തിന് നമ്മുടെ ജമാഅത്തിനാണ് നിങ്ങൾ എത്തണം. വീട്ടിലുള്ള ഉമ്മമാരെ നിങ്ങളും വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. റമദാനിന്റെ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലും ജമാഅത്തായി കഴിയുന്നതും നിസ്കരിക്കണം. ഒരു വട്ടം നിസ്കരിച്ചതിനെ അതേ നിസ്കാരത്തിനെ ജമാഅത്തായി നിസ്കരിച്ചാൽ 27 വട്ടം നിസ്കരിച്ച കൂലിയുണ്ട്. എത്ര നല്ല നല്ല പഠിച്ച പെൺമക്കളില്ലേ, സ്വന്തം മക്കൾ 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ പഠിച്ചിട്ടുണ്ടാവും മദ്രസയിൽ. അതിന് വേണമെങ്കിൽ ശരീഅത്ത് പഠിച്ചിട്ട് ഡിഗ്രിയും എല്ലാം എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പൊരയിൽ നോക്കിയാൽ അവർ പൊരയിൽ ദീനിന്റെ ഒരു ശിയാവില്ല. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഉമ്മമാരോട് പറയുന്നു, നിങ്ങളെ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ഖുർആൻ അറിയുന്നില്ല, നിസ്കാരത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന കൈഫിയത്തുകൾ അറിയുന്നില്ലെങ്കിലും നിങ്ങളെ പോലെ പഠിച്ച മരിയക്കൾ ഉണ്ടാവും. ചില ഉമ്മമാരൊക്കെ മർമ്മോട്ടിട്ട് നിസ്കരിച്ചിട്ട് കുട്ടിയെ കൂലിമായി ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഈ മർമ്മോള് ഓടെ നിസ്കരിച്ച് നിങ്ങൾക്ക് സ്വർഗം വേണം, ഇങ്ങനൊന്ന് ചിന്തിച്ചു പോകരുത്. അല്ലാഹുവിന്റെ ദീനാണിത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാത്തിഹ അതുപോലെ ഖുർആൻ കൂടുതൽ നന്നായി ഓതാൻ അറിയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, രണ്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒരാൾ ഇമാമും മഅ്മൂമായിട്ട് നിസ്കരിക്കണം. അതിന് കൂലി കൂടുതലാണ്. ആ പരക്ക് ബർക്കത്താണ്. ആ പലയിൽ വർഗത്താണ്. അത് കണ്ടിട്ട് മക്കൾ പഠിക്കും. മക്കൾ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായ പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ വളരെ റാഹത്തായി. അങ്ങനെ ഞാന് അന്ന് കഥയില്ലല്ലേ എപ്പോ വന്നിട്ട് പോയത്, ഏതോ ലാസ്റ്റ് വന്ന കഥയില്ലാണെന്ന് തോന്നല്ലേ.
അതല്ലോ അതിന്റെ ശേഷം ഞാൻ വന്നിട്ടില്ല. അപ്പൊ ഇയാൾക്ക് മസാക്കാരൻ പറഞ്ഞു ഇപ്പൊ വരണ്ട, അത് ആയിട്ടായിട്ട് ബന്ധം മതി എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ ബന്ധം പിന്നെ ഇടയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പുതുമ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് വന്നപ്പോ തന്നെ വളരെ സന്തോഷമായി. അൽഹംദുലില്ലാഹ്. മനോഹരമായ പള്ളി. പള്ളിയെ ബഹുമാനിക്കണം, പള്ളിയെ നമ്മൾ ആദരിക്കണം. നമ്മൾ പോരനല്ല എന്തെല്ലാം നമ്മൾ ഓട്ടോറിക്ഷലാക്കുന്നത് അല്ലെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് പള്ളി ഭംഗിയാക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുവരെ മദീനത്തെ പള്ളി മക്കയിലുള്ള പള്ളികളൊക്കെ ഈത്തപ്പന മരങ്ങളുണ്ട്, മടലുകളെ കൊണ്ട് സ്ഥാപിച്ച പള്ളിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ പള്ളി മനോഹരമാക്കുന്ന തേക്കിന്റെ മരങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുപോയ തേക്ക് മരങ്ങളിലൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. ഏതായാലും ഏതെങ്കിലും രാജ്യത്തിന്റെ തേക്ക് മരങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന സ്വഹാബത്തിന്റെ അഭിപ്രായ വ്യത്യാസമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ പള്ളിയെക്കാളും മോടി പിടിപ്പിച്ചാൽ അത് നബിതങ്ങൾക്ക് വരുത്താവോ? അള്ളാഹിന്റെ പള്ളി മോടി പിടിപ്പിക്കാൻ പാടില്ല. സ്വഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ എത്തിയിട്ട് പറഞ്ഞു, ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം വീടുകളെല്ലാം നല്ല ഭംഗിയാക്കിയിട്ട്, വീടുകളെല്ലാം നല്ല മനോഹരമാക്കി, നല്ല മോടി പിടിപ്പിച്ചിട്ട് നമ്മുടെ അല്ലാഹുവിന്റെ പള്ളി അത് പഴയ രീതിയിലായി പോയാൽ അല്ലാഹുവിന്റെ ദീനിനോട് കാണിക്കുന്ന അവമര്യാദയാണ്. മാത്രമല്ല ജനങ്ങൾ പള്ളിയിലേക്ക് വരില്ല. ജനങ്ങൾ പള്ളിയിൽ വരും. പൊരയിൽ നല്ല സൗകര്യം, ഭയങ്കരത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളുണ്ട്. പള്ളി പണ്ടത്തെ ഓടിട്ട പള്ളി, പണ്ട് ബനൂ ഇസ്രായേലിന്റെ കാലത്തുണ്ടായ ഒരു പുല്ലിന്റെ പായ് ഇട്ടിട്ട് പള്ളിക്ക് വേണ്ടി ഏതെങ്കിലും മനുഷ്യൻ വരുമോ? എന്നെ പുറത്തോരുമ്പോ നമ്മൾ തന്നെ യാത്രയിൽ പോകുമ്പോ തന്നെ ഇപ്പൊ ഈ യാത്രയിൽ പള്ളിയിൽ കയറിയാല് ഈ ജനങ്ങൾ കൂടുതൽ പാസിംഗ് ഉള്ള പള്ളിക്ക് കയറണം. ഇല്ലെങ്കിൽ ആടെ ദൂരിൽ ഡ്രസ്സെല്ലാം ഒന്നാക്കി നടക്കാം. ഈ പള്ളിയില്ലേ, പള്ളിയിൽ പോയിട്ട് നോക്കുമ്പോ ഒരു പള്ളി, ഞങ്ങള് കേരളത്തേക്ക് ഒരു ടൂർ പോയി, അങ്ങനെ സ്ഥലത്തേക്ക് എത്തിയ ഒരു പള്ളിയിൽ നിസ്കരിച്ചിട്ട് നമുക്ക് ആകെ കോണം എന്താക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് പാസിംഗ് ഉള്ള പള്ളിക്കല്ലേ വേണം. അവള് എപ്പോഴും ആൾക്കാർ പോയിക്കൊണ്ടുള്ള പള്ളിക്ക് പോകുമ്പോ എന്താ അവിടെ വൃത്തി ഉണ്ടാവും, ധൂളും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. അപ്പൊ അത് ജനങ്ങൾ നോക്കുന്നത് പള്ളി മനോഹരമാണോ? ഇപ്പൊ എന്നോട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊടാജ പള്ളി കുറെ യാത്രക്കാർ, സാധാരണ നമ്മളെ ഈ കൊടാജ പള്ളി യാത്രക്കാരെ പള്ളി തന്നെ പറയാം. കാരണം യാത്രക്കാർക്കാണ് കൂടുതൽ ഉപയോഗം, നാട്ടുകാരെക്കാളും കൂടുതൽ നിസ്കരിക്കുന്നത് യാത്രക്കാരാണ് അല്ലെ. എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ പള്ളി കൊടാജ പള്ളിയിൽ വന്നിട്ട് ദുഹാ നിസ്കാരം പതിവായിട്ട് നിസ്കരിക്കുന്ന എത്രയോ യാത്രക്കാരൊക്കെയുണ്ട്. അപ്പൊ പറഞ്ഞു ഇപ്പൊ പള്ളിക്ക് വന്ന റാഹത്താണ് സ്ഥലം, പള്ളിന്റെ ഉള്ളിൽ വരുമ്പോ നല്ല റാഹത്ത്, മുന്നത്തെ പോലെയല്ല. അങ്ങനെ ജനങ്ങൾ അതാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാലത്തിനൊത്തിട്ട് നമ്മൾ എന്താക്കണം, സൗകര്യങ്ങൾ ചെയ്യണ്ടേ? പൊരചെന്താക്കുമ്പോ ആ നാട്ടിലെ ഈ മഹാന്മാർ ചില സൂഫിയാക്കളൊക്കെ പറഞ്ഞ അവരുടെ ചരിത്രങ്ങളിലൊക്കെ പറയുന്നു, ആ നാട്ടിൽ ഏറ്റവും ഭംഗിയുള്ളത് പള്ളിയായിരിക്കണോ, ഏറ്റവും ഉയരമുള്ള ചില സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നു, സീറകളിലൊക്കെ പറയുന്നത് പള്ളിയിലേക്കോളം ഹൈറ്റുള്ള പുര കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പള്ളി ഒരു തട്ടെങ്കില് 2 തട്ടിന്റെ പുര കെട്ടാൻ പാടില്ല. ഇത് നാളെ വിവാദമൊക്കെ നിൽക്കണ്ട. ഞാൻ ആരും പറഞ്ഞത് വായിച്ചത് മാത്രമാണ്. ഞാൻ 10 തരാൻ ഞാൻ അടിയില്ല. അതിന് നാളെ അതിനായിട്ട് വലിയ പള്ളി കെട്ടിയ പുസ്തകം തുടങ്ങിയ എല്ലാം പറഞ്ഞ് അയാൾക്ക് കഴിയിട്ടാ ചോദിക്കണ്ട. സൂക്ഷ്മത അങ്ങനെയാണ് എന്നാണ്, സൂക്ഷ്മശാലികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പള്ളി ഭംഗിയാക്കണം, പള്ളി നല്ല മനോഹരമാക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, പറഞ്ഞിട്ടില്ലേ മസാജിദുഹും നല്ല മോടി പിടിച്ച നല്ല സുന്ദരമായ പള്ളികൾ ഉണ്ടാകും. ആ പള്ളിയിൽ ഇതായ ഖിയാമത്ത് നാളിന്റെ അടയാളം ഉസ്താദ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ വയത്? അത് പറഞ്ഞെങ്ങനെ പള്ളി ഭംഗിയാക്കി നിസ്കരിക്കുന്ന കാര്യം വരുന്നില്ല. പള്ളിയെല്ലാം ചന്താക്കി വെച്ചിനി ഞങ്ങളുടെ പള്ളി നേരത്തെ പള്ളി നോക്കില്ല, നേരത്തെ പള്ളി ഞങ്ങളാക്കിയില്ലേ. ഇത് പറയാനല്ല, അത് പറയണ്ട. നമ്മളെ പള്ളി നമ്മളെ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് തുമാനീനത്ത്, പള്ളിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോ നല്ല റാഹത്തല്ലേ. ഇപ്പൊ പള്ളിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ 5 മിനിറ്റ് ജാസ്തി ഇരിക്കാൻ തോന്നുന്നല്ലേ? എന്തേ നല്ല സുഖം, നല്ല AC നല്ല റാഹത്ത്. സുബ്ഹാനല്ലാഹ്. ആ ഇരിക്കുമ്പോ എന്താക്കണോ, കുറച്ച് സുബ്ഹാനല്ലാഹ് ചെല്ലണം. ഇതൊന്നുമില്ലെങ്കിൽ ആ മൊബൈലിൽ നിന്ന് ഓഫാക്കിട്ട് എന്താക്കണം, ഇതിൽ വെച്ചോ. എത്ര മനുഷ്യന്മാർ കാണുന്നു പള്ളിയിൽ ഇരുന്നിട്ട് പോകാൻ ഫാൻ എടുത്ത് മൊബൈൽ ചാറ്റിങ് എടുത്ത് നോക്കുമ്പോ 5-8 മാലക്കാരുണ്ടോ കളിച്ചിട്ട് വന്നിട്ട് പള്ളിന്റെ ഉള്ളിൽ 2.5 മണിക്ക് നോക്കുമ്പോ ഭയങ്കര സൗണ്ട്, ഫാനിലോട്ട് ഭയങ്കര ചാറ്റിങ്. അപ്പൊ ഇങ്ങനെ പള്ളിയിൽ വന്നിട്ട് നല്ല സുഖം. കാരണം ഫുൾ ഓപ്പൺ ആണല്ലോ. അങ്ങനെ ചെയ്യണ്ട. പള്ളിയിൽ ഉണ്ടാവാതെ കിടന്നോളി. കാരണം നല്ല പനി. ഇപ്പൊ AC ഇട്ട് നോക്കുമ്പോ ചിലപ്പോ മകന് വലിയ AC ഇട്ടെങ്കിൽ 8 മണി വരെ 9 അതിന്റെ കൂളിംഗ് ഉണ്ടാവും. അങ്ങനെ ഇരുന്നിട്ട് വന്നു പോകാൻ ചിലരുടെ എന്തും അങ്ങനെ ഉണ്ടാതിരിക്കും, കൂലി കിട്ടും. വെറുതെ നബീബത്ത് പറഞ്ഞ ചാറ്റിംഗ് ഒക്കെ. ഇപ്പൊ നബീബത്ത് പറയാൻ ആളൊന്നും വേണ്ടാലോ.
പണ്ടെല്ലാം അങ്ങനെ രണ്ടാളാണോ ദൈവത്തിന് അതിന്റെ കുറ്റക്കിട്ട് രണ്ടാണോ? ഇപ്പൊ ദുനിയാവിലെ ആകെ ദൈവത്തെ ചെല്ലാനും വരാൻ വേണ്ട ഈ കയ്യിലൊരു സാധനം ഉണ്ടായാൽ മതി. 100 ആളോട് ഒറ്റ ഇല്ലല്ലോ, 100 ആളുകൾ 1000 ഒരു ഗ്രൂപ്പ് ഒരു ദൈവത്തിട്ടെങ്കിൽ 1000 ആളോട് ദൈവത്തെ കുറ്റം കിട്ടിയില്ലേ? 1000 ആൾക്ക് അറിയിച്ചില്ലേ? ഞാൻ നിങ്ങളോടായി ഒരാൾ പറഞ്ഞ് ഇങ്ങനെ മാഷേ എങ്ങനെ ഉണ്ട് ഒരാള്, അപ്പൊ അവനിങ്ങനെ പറഞ്ഞിട്ട് എന്തായി ദൈവത്തെ പറഞ്ഞ് അതിനെന്താക്കി നാളെ തിരുത്താം. എങ്ങനെ മാഷ ഞാൻ പറഞ്ഞ് തെറ്റായി പോയി, അയാൾ ഞാൻ തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ വിട്ടു എന്ന് പറഞ്ഞ് എന്നിട്ട് അയാളോട് പോയി അയാളോട് അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ല, തീർന്നാണ്. ഇതങ്ങനല്ല, ഗ്രൂപ്പിലിട്ടെങ്കിൽ 500 ആളെ നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ സ്പോട്ടിൽ നോക്കാൻ റെഡി. ചില ആളെ വോയിസ് ഇട്ടെങ്കിൽ അപ്പൊ സ്പോട്ടിൽ റെഡി. ചില ആൾക്കിട്ടൊക്കെ നോക്കാല, ചില മനുഷ്യന്മാർ ഓരോരുത്തരുടെ അവസ്ഥ മനുഷ്യന്മാർക്കറിയും, ഇട്ടെങ്കിൽ സ്പോട്ടിൽ ഇതാക്കി നോക്കിയിട്ടായി. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ മുഅ്മിനീങ്ങളോട് ഉമ്മമാരോട് പറയാനുള്ളത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ പള്ളിന്റെ കാര്യം വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവന, നേരത്തെ ഇജാസാക്കാനൊക്കെ അതിന്റെ ലിസ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പേര് വായിക്കാണെങ്കിൽ ഒരുപാട് പേര് വായിക്കണം. വായിക്കണമെന്നുണ്ടാ? വായിക്കാം. നിങ്ങൾ ഇത് എന്നോട് അറിയുന്നു എന്ന് നോക്കണം. ഏതായാലും ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് സഹായം 10-25,000 രൂപ കടമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതും കൂടി നിങ്ങളെല്ലാം ജിബ്രീൽ വന്നിട്ട് കടം കിട്ടിയാലോ? ജിബ്രീൽ മീകായിൽ വന്നിട്ട് കടം കിട്ടാനില്ല. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ കടം കിട്ടേണ്ടതാണ്. അതുകൊണ്ട് അതിനും നിങ്ങൾ കഴിയുന്ന സംഭാവന കൊടുക്കണം. മാത്രമല്ല ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.